ഹായ് മക്കളെ, 2 ദിവസം മുമ്പ് ഞാൻ +2 കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുൾ ഇയർ സ്റ്റഡി പ്ലാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോക്ക് ഭയങ്കര അടിപൊളി റെസ്പോൺസാണ് നിങ്ങൾ തന്നത്. ഞാനത് കണ്ടപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി എന്ന് മാത്രമല്ല, സുഹൈൽ സാർ അടുത്തൊന്ന് ഷൈൻ ചെയ്യാനും കൂടെ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ വീഡിയോയിൽ എന്താണ് നിങ്ങൾ ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോപ്പുലർ കമൻറ്റ്സ് നോക്കണേ. ഒന്ന്, സാറേ എനിക്ക് ഫുൾ ഇയറിൻ്റെ ഏകദേശം ക്ലാരിറ്റി കിട്ടി. എനിക്ക് പക്ഷേ ഈ ഓഗസ്റ്റ് മാസത്തിലെ ഓണപ്പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണമെന്ന് പറഞ്ഞ ഒത്തിരി കുട്ടികളുണ്ട്. അതേപോലത്തെ വേറെ കുറേ കുട്ടികൾ, സാറേ എനിക്ക് ഓണ എക്സാമിൻ്റെ പോർഷൻസ് എനിക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അത് പഠിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറെ കുറച്ച് കുട്ടികൾ, സാറേ എനിക്ക് എൻട്രൻസിന് സ്റ്റഡി പ്ലാൻ എന്താണ്, എൻട്രൻസും കൂടെ നോക്കുന്ന കുട്ടികൾക്കുള്ള സ്റ്റഡി പ്ലാൻ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് ആൾക്കാർ ഞാൻ ഏറ്റവും ലാസ്റ്റ് കമൻ്റ് ഇടാൻ പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തുടങ്ങുമെന്നുള്ള ഒരു കമൻറ്റ് വിടണം സാർ, ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കമൻറ്റ് ഇടണം എന്ന് പറഞ്ഞപ്പം ഒത്തിരി ആൾക്കാർ എന്തുണ്ട്, സാറേ ഞാൻ ഇന്ന് തുടങ്ങും സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ഞായറാഴ്ച തോന്നുന്നുണ്ടായിരുന്നു ആ വീഡിയോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2-3 ദിവസമായിട്ടുണ്ടാവും. ഇതിൽ വേറൊരു കോമൻറ്റ്, ഇത് ചില കുട്ടികൾ എൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് എനിക്ക് സാർ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ ഫുൾ ഇയർ പ്ലാൻ, അത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ താങ്ക് യു മോനെ. സാറേ ഓഗസ്റ്റിലെ പ്ലാന് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം, അത് കിട്ടിയിട്ട് വേണം എനിക്ക് പഠിച്ചോണം എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങി എന്ന് പറഞ്ഞ എത്ര ആൾക്കാർക്ക് ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ വീഡിയോസും ഞാൻ ചെയ്യും. ഓഗസ്റ്റ് പ്ലാനും ഓണം സിലബസും അതേപോലെ എൻട്രൻസിൻ്റെ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ പ്ലാനൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ അതിന് മുന്നേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ വീഡിയോ കണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 ദിവസം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ആ ഒരു ട്രാക്കിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ ഓഗസ്റ്റ് പ്ലാനും എന്താ ഞാൻ ഇന്ന് തുടങ്ങുന്നൊക്കെ പറയും, അന്ന് മാത്രമേ നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതെങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്നത്. കമൻറ്റ് ചെയ്യാൻ എനിക്ക് ഉറപ്പാണ് കുറച്ച് കുട്ടികളൊക്കെ എന്തുണ്ടാവും, ഇപ്പോൾ അന്ന് മുതൽ മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് ആ ഫയർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ ഫയർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് അന്ന് തുടങ്ങിയിട്ട് എന്നും എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് 2 റീസൺ ആണുള്ളത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡ്രീം എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ബിഗ് ഇനഫ്. ഒരു ദിവസം കുറച്ചു നേരം പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ഡിസിഷനെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് അത്രമാത്രം ബിഗ് ഇനഫ് അല്ല എന്നുള്ളതാണ്. അത് വളരെ വളരെ ഡേഞ്ചർ ആട്ടോ മക്കളെ. അതായത് ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ എന്താണ് 2 ക്യാരക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഒന്നാമത്തെ ക്യാരക്ടറാണ് എന്ത്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു ഡ്രീം, ഒരു സ്വപ്നം ഉണ്ടാവണം. ആ സ്വപ്നം മാത്രം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആ സ്വപ്നത്തിലേക്ക് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റണം. ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കണം ഏറ്റവും വേണ്ട സാധനം അതല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച്, നമുക്കെന്താ, എനിക്ക് ഇന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് എത്തണം എന്നുള്ളതും അവിടത്തേക്ക് നടക്കാനും നമ്മളെ കൊണ്ട് പറ്റണമല്ലേ. അതേപോലെ തന്നെ എന്താ, എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എന്താ എനിക്ക് എൻ്റെ പാരൻസിനെ രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതിനു വേണ്ടി വർക്ക് ചെയ്യാനും പറ്റണം. ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഓണപ്പരീക്ഷയോ നിങ്ങളുടെ +2 മാർക്കോ നിങ്ങൾ എൻട്രൻസ് റിസൾട്ടോ ഒന്നുമല്ല അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്കൊരു ഡ്രീം ഉണ്ടാവുക. ആ ഡ്രീമിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു ഏജിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ്. എനിക്കൊക്കെ ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഞാൻ എവിടെ വരെ എത്തിയിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട റീസൺ ആണ് എൻ്റെ +1 +2 കാലഘട്ടത്തിൽ ഒരു സ്വപ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഇന്ന് മുതൽ തുടങ്ങിയേ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ഫസ്റ്റ്. അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ, നിങ്ങൾക്ക് +2 കഴിഞ്ഞ് എൻട്രൻസിൽ ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ പോയിരിക്കും, അന്നും ഇതേ പ്രശ്നമായിരിക്കും. അത് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചൊരു PSC എക്സാം, അവിടെയും ഇതേ പ്രശ്നമായിരിക്കും. ലൈഫിൽ വേറെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കും, അപ്പോഴും എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾ വർക്ക് ചെയ്യൂല. അതിൻ്റെ തുടക്കം ഇവിടുന്ന് ശരിയാക്കണം. സോ അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കളെ, ഒരാൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ വേണ്ട അടുത്തൊരു സ്കില്ലാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. ആ പഠിക്കാൻ പറ്റുന്നത് ശരിക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒന്നല്ല.
അത് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റാമല്ലോ. ഇപ്പൊ ശരിക്കും എജ്യൂപോർട്ടിന്റെ ഒക്കെ കേസിൽ എന്താണ് 2020 ഒരു ആക്സിഡന്റലി സ്റ്റാർട്ട് ചെയ്തിരുന്നു, എജ്യൂപോർട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഞങ്ങൾക്ക് പറ്റിയ ഓരോ മിസ്റ്റേക്കുകളും അല്ലെ ഓരോ കാര്യങ്ങൾ, എങ്ങനെ കുട്ടികളോട് സംസാരിച്ച് എങ്ങനെ ക്ലാസ് കൊടുത്താലാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക, എന്തുകൊണ്ട് ഈ ക്ലാസ് വർക്ക് ചെയ്തില്ല, എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നു എന്ന് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ എന്തുണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു തുടക്കമാണ് ശരിക്കും. അതായത് നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സ് ഒക്കെ സംഭവം ബോറിംഗ് ആയിരിക്കും, ഇതൊക്കെ എന്തിനാ പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ അതൊരു പ്രശ്നം തന്നെ. അപ്പോൾ ആ ഒരു സ്കില്ലും കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഒത്തിരി കുട്ടികൾ ഈ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടും അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടും പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, സർ എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പതുക്കെ എന്താണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്ന എക്സാമ്പിളാണ് മരം വെട്ടുകാരൻ്റെയും പാറ പൊട്ടിക്കുന്നതിൻ്റെ ഒക്കെ അല്ലേ. ഒരു മരം വെട്ടുകാരൻ എന്താ മരം ഇങ്ങനെ വെട്ടി അവസാനത്തെ ഒറ്റ വെട്ടിനാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്, മരം വീഴുന്നത്. പക്ഷെ ആ അവസാനത്തെ വെട്ടാണോ ആ മരത്തെ വീഴ്ത്തിയത്? അല്ലല്ലോ. ആദ്യം മുതൽ എന്താ ഒരു മാറ്റവുമില്ല, മരത്തിന് ഒരു കുലുക്കം ഇല്ലാതെ അവൻ ആഞ്ഞ് വെട്ടിയതിൻ്റെ ഫലമാണ് ലാസ്റ്റിലത്തെ ഒരു വെട്ടിന് മരം വീണത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് മക്കൾക്ക് നിങ്ങളെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, നിങ്ങൾ ഏത് സ്കൂളാണ് പഠിച്ചത്, ഏത് മീഡിയ പഠിച്ചതെന്നൊക്കെ കാരണത്താൽ എന്തുണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ +2 എടുക്കുന്നത് പഠിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പറ്റാത്ത വിഷയം ഉണ്ടാവും. പക്ഷെ അതെന്താണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പഠിക്കാൻ പറ്റും. ആൻഡ് പഠിക്കാൻ പറ്റുക എന്നുള്ള ആ സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് ലൈഫിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ട് നേടേണ്ട കാര്യമാണ്. രണ്ടാമത് നിങ്ങൾക്കൊരു കാര്യം പഠിക്കാൻ പറ്റുക എന്നുള്ളത് മറ്റൊരു സ്കില്ലാണ്. ആൻഡ് ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് ഇന്ന് മുതൽ ജസ്റ്റ് 2 മണിക്കൂർ, എല്ലാ കാലത്തല്ല കേട്ടോ, ഇപ്പം 2 മണിക്കൂറിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റണം. ആ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഓരോ ദിവസം എന്ത് ചെയ്യുക, ഒരു സമയം കീപ്പ് ചെയ്യുക. ഓരോ ദിവസവും ഒരു സമയം നിങ്ങൾ കീപ്പ് ചെയ്യുക. ഞാൻ 8 മണി മുതൽ 10 മണി വരെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കും, അല്ലെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ പഠിച്ചിരിക്കും, അല്ലെ രാത്രി 12 മണി മുതൽ 2 മണി വരെ പഠിച്ച എന്താണെങ്കിലും കുഴപ്പമില്ല, പറയുക, ആൾക്കാരോട് അനൗൺസ് ചെയ്യുക, പാരൻസിനോട് പറയാം, അമ്മേ ഇനി മുതൽ ഞാൻ രാത്രി 7 മണി മുതൽ 9 മണി വരെ ഉറപ്പായിട്ടും പഠിക്കുകയായിരിക്കും. ഇൻ കേസ് ഞാൻ പഠിക്കുന്നില്ല നിങ്ങൾ എന്താ എനിക്ക് ഫോൺ തരണ്ട, എൻ്റെ ഫോൺ വാങ്ങിയാൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 സുഹൃത്തുക്കളോട് പറയാടാ നമുക്ക് ഇനി എല്ലാ ദിവസവും 7 to 9 പഠിച്ചാലോ. എന്നിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ പറയുന്നത് നമുക്കിന്ന് മാട്രിസസ് പഠിക്കടാ, എന്നിട്ട് അത് പഠിക്കുക, പിറ്റേന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. മീൻസ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം ലൈഫിലെ 2 മണിക്കൂർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. 24 മണിക്കൂറുള്ള നിങ്ങളുടെ ദിവസത്തിൽ അതിലാകെ 10% പോലും നമ്മൾ ചോദിക്കുന്നില്ല, 2 മണിക്കൂറാണ് നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി നിങ്ങളോട് ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അത് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മാത്രമേ ഓഗസ്റ്റിലെ പ്ലാനും ഓണപരീക്ഷയുടെ സിലബസും അല്ലെങ്കിൽ എന്താണ് എൻട്രൻസിൻ്റെ പ്ലാനൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റണത് വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരല്ലടാ നിങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ട് എന്താ ആ ഒരു കാര്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ജസ്റ്റ് 2 മണിക്കൂർ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. 2 ദിവസം കൂടെ എന്ത് ചെയ്യണം നമുക്ക് നോക്കണം നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. പിന്നെ ഓരോ പ്ലാനുകളായിട്ട് ഉറപ്പായിട്ടും നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ടടാ, +2 നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവസാനമാകുമ്പോഴത്തേക്ക് ലൈഫിൽ +2 മാത്രമല്ല ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരിലേക്ക് മാറ്റി തീർക്കാൻ എന്താ ഉറപ്പായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും, എജ്യൂപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ആൻഡ് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ സ്ലൈഡൊക്കെ റെഡി ആണ്ടോ, ഓഗസ്റ്റ് പ്ലാനിൻ്റെ സ്ലൈഡാണിത് തുടങ്ങിയിട്ടുള്ളത് കണ്ടോ. യെസ്, അപ്പോൾ എന്താ വേഗം തന്നെ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിക്കുന്നു കമൻറ്റും ചെയ്യാം. ശരി.